കുട്ടികളെക്കുറിച്ച് നമുക്ക് പല പരാതികളുമുണ്ട്. പലപ്പോഴും അത് മുതിർന്നു കഴിയുമ്പോഴാണ് പരാതികൾ കൂടുന്നത്. പക്ഷേ ഈ പരാതികൾ സത്യത്തിൽ തിരിഞ്ഞു കുത്തുന്നത് നമ്മളിലേക്ക് തന്നെയല്ലേ? നമ്മൾ രൂപപ്പെടുത്തിയെടുത്തതാണ് നമ്മുടെ കുട്ടികൾ. അപ്പോൾ അവരിൽ എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും നമ്മൾ തന്നെ ഏറ്റെടുക്കുക. വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള പല പേരൻസിൻ്റെ ഒരു ഗുണം, അവർക്ക് ചിലപ്പോൾ നോക്കാനൊന്നും സാധിച്ചില്ല, ശ്രദ്ധിക്കാനൊന്നും സാധിച്ചില്ല, അല്ലെങ്കിൽ അവർ ചെയ്തതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ട്, അവർക്ക് പിന്നെ പരാതികളില്ല. അവർ ആ സാഹചര്യമായിട്ട് അങ്ങ് പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കും. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം പരാതിയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നാളെ പരാതി പറയാനിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇന്ന് അത്തരം സാഹചര്യങ്ങളെ നാളെ ഉണ്ടാവാതിരിക്കാനായിട്ട് കഴിയുന്നത്ര പരിരക്ഷകൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കുട്ടികളെ സംബന്ധിച്ച് കുറേ ഡിഗ്രികൾ വാങ്ങിക്കൂട്ടാനും കുറേ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും മാത്രം പഠിപ്പിച്ചാൽ പോരാ. അവരെ ബിഹേവ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അവർക്ക് നല്ല ക്യാരക്ടർ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, അവരുടെ പേഴ്സണാലിറ്റി നല്ല വികസനം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, കാഴ്ചപ്പാട്, മൂല്യവും ദർശനവും അതുപോലെ തന്നെ സംസ്കാരവും ഒക്കെ അവരിൽ നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഇന്നലെ രാത്രിയായപ്പോൾ ഒരമ്മ പല പ്രാവശ്യം ഫോണിൽ എന്നെ ട്രൈ ചെയ്യാണ്. ഞാൻ വളരെ ബിസി ആയിരുന്നു, ഒരു യാത്രയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫോൺ എടുക്കാൻ പലപ്പോഴും കഴിഞ്ഞില്ല. അതിനുശേഷം ഒരുപാട് കോളുകൾ കണ്ടുകൊണ്ട് ഞാൻ വളരെ രാത്രിയായിട്ട് ആ ഫോൺ എടുത്തപ്പോൾ വളരെ വിഷമത്തോടു കൂടി ആ അമ്മ പറഞ്ഞത്, രണ്ട് പെൺകുട്ടികളാണ്. മൂത്ത മോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്. അവൾ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഇന്നാണ് വീട്ടിലെത്തിയത്. അപ്പോൾ അവൾക്ക് ഒരു പയ്യനുമായിട്ട് പ്രണയമാണ്. അത് നമുക്ക് ഒട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതോ ഒരു തരത്തിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതായൊരു ബന്ധമല്ല, വളരെ മോശപ്പെട്ട ഒരു ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ അമ്മ ഭയങ്കരമായിട്ടങ്ങ് പ്രയാസപ്പെടുന്നു. ഒരുപാട് നിരാശയോടെ സംസാരിക്കുന്നു, ഇടയ്ക്കൊക്കെ കരച്ചിൽ വരുന്നു. എന്നിട്ട് പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, സാറിനെ അവൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞങ്ങൾക്കറിയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ സാറ് ഞങ്ങൾക്ക് വന്ന് ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. സ്കൂളിൽ റെഗുലറായിട്ട് സാറിനെ വിളിക്കുമായിരുന്നു. അപ്പോൾ ആ പോയിൻ്റിലാണ് എനിക്ക് വളരെയധികം അതിനോടൊരു നീരസം ഉണ്ടായത്. കാരണം ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ എന്നെ കേൾക്കുന്ന ഒരാളാണ്, എന്നെ അറിയാം. ഞാൻ എപ്പോഴും പേരൻസിനോട് പറയുന്നൊരു കാര്യം, നമുക്ക് ഡോക്ടറിനെ, എഞ്ചിനീയറിനെ, IAS ഒക്കെ പിന്നെ ഉണ്ടാക്കാം. നമുക്ക് ആദ്യം കുട്ടികളിൽ നല്ല വ്യക്തിത്വവും നല്ലൊരു ക്യാരക്ടറും ഒരു സമഗ്രമായ ഒരു രൂപപ്പെടലുമൊക്കെയാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഒരു നല്ല വ്യക്തിയെ ആദ്യം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്നെ കേട്ടു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എന്താണ് കേട്ടത്, ആ കേട്ടതിന്മേൽ എന്താണ് പ്രവർത്തിച്ചത്, എന്താണ് മനസ്സിലാക്കിയത്, ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ചില ആൾക്കാരൊക്കെ എന്നും വലിയ മോട്ടിവേഷണൽ ടോക്കൊക്കെ കേൾക്കുന്നവരാണ്, ചിലരൊക്കെ വലിയ വായനക്കാരാണ്. പക്ഷേ ജീവിതത്തിൽ അതിൻ്റെ ഒന്നും പ്രതിഫലനങ്ങൾ കാണാനില്ല. ത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മൂല്യങ്ങളനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കാരണം നമ്മുടെ മൂല്യങ്ങളിൽ കുട്ടികളെ എങ്ങനെയെങ്കിലും പണം കായ്ക്കുന്ന ആൾക്കാരാക്കി മാറ്റണം, അതിനുവേണ്ടി മാത്രം കൃത്യമായ അജണ്ടയോടുകൂടി മക്കളെ പഠിപ്പിക്കുക, ട്യൂഷൻ കൊടുക്കുക, കോച്ചിങ് കൊടുക്കുക, അവരെ വലിയ വലിയ കോഴ്സുകൾക്ക് ചേർക്കുക. ഇതിനിടയിലൊന്നും ഈ പറയുന്ന, കേൾക്കുന്ന, മനസ്സിലാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ആ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. ഇവിടെയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ. 22 വയസ്സായ മകളുടെ കാര്യം വിളിച്ച് കരഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ ആ അമ്മയോട് പറഞ്ഞത്, കുട്ടിക്ക് 22 വയസ്സായി, ഇനി കുട്ടിയുമായിട്ടിരുന്ന് വളരെ ശാന്തമായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്ന ആ കുട്ടിയുമായിട്ട് ഡീസൻ്റായിട്ടിരുന്ന് ഒരു ലെവൽ പ്ലേയിങ് ആയിട്ടുള്ള ഒരു ലെവലിൽ സംസാരിക്കാം. ആ കുട്ടിക്ക് മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് ആ കുട്ടിയെ മനസ്സിലാക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യാം. അത്രയേ ഉള്ളൂ. ഫൈനൽ ഡിസിഷൻ ഇനി ആ കുട്ടിയാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ എല്ലാ പേരൻസിനോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മനസ്സിലൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ വലുതാക്കുന്നത് അവരതുപോലുള്ള നല്ല സേഫായിട്ടുള്ള, ഡീസൻ്റായിട്ടുള്ള, ക്വാളിറ്റിയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഭാവിയിൽ ഒരു പങ്കാളിത്തം ഉണ്ടാകുകയും ഫാമിലി ഉണ്ടാവുകയൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ സ്വഭാവവും അവരുടെ പ്രകൃതവും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ക്വാളിറ്റി ഉള്ളവരായിരിക്കണമെങ്കിൽ ചെറിയ പ്രായം മുതലേ അവരെ ഒരു ക്വാളിറ്റി ഉള്ളവരായി നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. അത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. ആ ക്വാളിറ്റി എന്ന് പറയുന്നത് കടയിൽ വാങ്ങിക്കാൻ കിട്ടില്ല. ആ ക്വാളിറ്റി വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ സ്കൂളിലോ കൊടുക്കാനും സാധിക്കില്ല. അതിനൊക്കെ പരിമിതികളുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റി കുട്ടികളിൽ സൃഷ്ടിക്കേണ്ടത്
പേരൻസിൻ്റെ ഒരു പ്രത്യേകമായ മുൻഗണനയോടുള്ള പ്രവർത്തനം കൊണ്ടാണ്. കുട്ടികൾക്ക് നല്ല വാല്യൂസും കൾച്ചറും അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ക്വാളിറ്റി ഉള്ളത് തിരഞ്ഞെടുക്കാനും ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ചെയ്താൽ, ഇവിടെ അമ്മ പറഞ്ഞതുകൊണ്ട് ഈ കുട്ടി തിരഞ്ഞെടുത്തതിന് ക്വാളിറ്റി ഇല്ല എന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല. ഇപ്പം അമ്മയും അപ്പനും ഒക്കെ ഇങ്ങനെ വിലപിക്കുന്നതിനോടാണ് ഞാൻ പറയുന്നത്. കുട്ടിയുടെ ഭാഗത്ത് ഞാനൊന്നും കേട്ടുമില്ല കണ്ടുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് നമുക്ക് വിലപിക്കേണ്ട വരുന്നത് എപ്പോഴാണ്? ഒന്നുകിൽ വിലപിക്കരുത്. ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെയുള്ള പേരൻസ് അവർ കുട്ടികളുമായിട്ട് അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല, അവർ പിന്നെ വിലപിക്കത്തൊന്നുമില്ല. ആ വന്ന അവസ്ഥയെ അവരങ്ങ് സ്വീകരിക്കത്തേ ഉള്ളൂ. ഒന്നുകിൽ നമ്മളെല്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ വിലപിക്കാനിരിക്കരുത്. കാരണം വിലപിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ടാണ്. ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരെ സന്തോഷത്തോടെ വളർത്തുക എന്നുള്ളതാണ് ഒന്നാം കണ്ടീഷൻ. ഞാൻ അനേകം വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഹാപ്പി ചിൽഡ്രൻ. സന്തോഷം ആയിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക. സന്തോഷമായി വളർത്തണമെങ്കിൽ നമ്മളും അവരും തമ്മിൽ വലിയൊരു വൈകാരിക ബന്ധം വേണം. കുഞ്ഞുങ്ങൾക്ക് വലിയൊരു സുരക്ഷിതത്വ ബോധം വേണം. അവർക്ക് ഉറപ്പായിരിക്കണം അവരുടെ പേരൻസ് അവരെ മറ്റെന്തിനേക്കാളും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണെന്ന് അവർക്കൊരു ബോധം വേണം. അങ്ങനെയൊക്കെയാണ് സന്തോഷം കുട്ടികളിൽ നിറയ്ക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ടീനേജിൽ വ്യക്തിത്വ വികസനം നടക്കണം. നല്ല കാഴ്ചപ്പാടും ദർശനവും കൊടുക്കണം, പിന്നെ നല്ല സംസ്കാരം കൊടുക്കണം, നല്ല സ്വഭാവം രൂപീകരിക്കാൻ അവരെ സഹായിക്കണം. ഇതൊക്കെ വലിയൊരു പ്രക്രിയയാണ്. പലരും എന്നോട് ചോദിക്കാം, സാർ അതിനൊരു വീഡിയോ ചെയ്യാം, ഇതിനൊരു വീഡിയോ ചെയ്യാം. നിങ്ങളുടെ കുട്ടിക്ക് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ വലിയ സ്കൂളിലും വലിയ കോച്ചിങ് സെൻറ്ററിലും ഒക്കെ കൊണ്ടുപോയി ആയിരങ്ങൾ കളയുന്നല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു നല്ല കൗൺസിലറിൻ്റെയോ നല്ലൊരു എക്സ്പേർട്ടിൻ്റെയോ സഹായം തേടി ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊരു ഗൈഡൻസ് എടുത്തുകൂടാ? അപ്പോൾ അതൊന്നും വയ്യ, നമുക്കെല്ലാം വീഡിയോ കേട്ടാൽ മതി. അവിടെയാണ് കുഴപ്പം കിടക്കുന്നത്. നിങ്ങളുടെ കുട്ടിയുടെയും നിങ്ങളുടെയും വിഷയങ്ങൾ സ്പെസിഫിക്കായി അഡ്രസ്സ് ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾ തന്നെ ഒരു ഗൈഡൻസ് എടുക്കുമ്പോഴാണ്. അതിന് നമ്മുടെ ഈഗോ അനുവദിക്കുന്നില്ല, അതിന് നമ്മുടെ കാഴ്ചപ്പാട് അനുവദിക്കുന്നില്ല. ആർക്കാണ് നഷ്ടം? ഇവിടെയാണ് പ്രോബ്ലം കിടക്കുന്നത്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് വ്യക്തിത്വ വികസനം ആ പ്രായത്തിൽ കിട്ടിയിട്ടില്ല. കാരണം ആ സമയത്തെല്ലാം നമ്മൾ എങ്ങനെയെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ കുട്ടിയെ എത്തിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഫാർമസി പഠിക്കാൻ പോയ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം അതിൻ്റെ അമ്മ വിളിച്ചു, സാറേ എല്ലാം കുഴപ്പത്തിലാണ്, അവളെ അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു, അവൾ ആ വണ്ടിയിൽ കയറിപ്പോയി. ഇത് എന്താണ് പ്രശ്നം? കുട്ടിയെ ഫാർമസി പഠിക്കാനായിട്ട് വിട്ടിട്ട് മാത്രം കാര്യമില്ല. ഒരു ഫാർമസിയൊക്കെ പഠിച്ച് നല്ല നിലയിൽ ആ കുട്ടി എത്തണമെങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു ക്യാരക്ടർ വേണം, ആ കുട്ടിക്ക് ഒരു അസർട്ടീവ്നെസ് വേണം, ആ കുട്ടിക്ക് ചില മൂല്യബോധങ്ങൾ വേണം, എവിടെ വരയ്ക്കണമെന്നറിയണം, എവിടെ നിൽക്കണമെന്നറിയണം, എവിടെ പോകരുതെന്നറിയണം. ഇതൊക്കെയാണ് പൂർണ്ണമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ പൂർണ്ണമായ വിദ്യാഭ്യാസം സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല. അവിടെ ഒരു സാക്ഷരത മാത്രമാണ്, കുറേ സയൻസും ഇംഗ്ലീഷും കണക്കും പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമായിട്ട് ചുരുങ്ങി. പല സ്കൂളുകളുടെ അവസ്ഥ അതാണ്. കഴിഞ്ഞ ദിവസം ഒരു പൊതുവിദ്യാലയത്തിലെ അധ്യാപകൻ എൻ്റെ ഒരു ടോക്ക് കണ്ടിട്ട് അതിൻ്റെ താഴെ, സാറേ പൊതുവിദ്യാലയത്തിൽ വിട്ടാൽ ഇവിടെ എല്ലാം ഉണ്ട്. പൊതുവിദ്യാലയത്തിൽ ഒന്നുമില്ല. 10% അധ്യാപകരെ എല്ലാ രംഗത്തും ഇതിലൊക്കെ മിടുക്കരാണ്. അത് 10%മേ ഉള്ളൂ. അത് എല്ലാ മേഖലയിലും 10%മേ ഉള്ളൂ ഈ ക്വാളിറ്റി ഉള്ളത്. ബാക്കിയൊക്കെ ക്വാളിറ്റി ഉള്ളതാക്കണമെങ്കിൽ നിരന്തരമായ പരിശീലനങ്ങൾ നടക്കണം. എവിടെയാണ് അത്തരം പരിശീലനങ്ങൾ നടക്കുന്നത്? പൊതുവിദ്യാലയത്തിലെ അധ്യാപകരെ ആരാണ് പരിശീലിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സാറേ ദുരന്തമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ എടുക്കുക. അവിടെ അവർക്ക് സൗകര്യമുള്ള ആൾക്കാരെയാണ് വിളിക്കുന്നത്. കഥ പറഞ്ഞ് രസിപ്പിച്ച് തമാശയും പറഞ്ഞു പോകുന്ന ആൾക്കാരെയാണ് വിളിക്കുന്നത്. ഒരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ അറിയാവുന്ന, സ്വാധീനിക്കാൻ കഴിയുന്ന, രൂപാന്തരം സൃഷ്ടിക്കാൻ കഴിയുന്ന എത്ര പേരെയാണ് ഇവിടെയൊക്കെ കൊണ്ടുവരുന്നത്? എന്താണ് നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ തലവനോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഒബ്ജക്റ്റീവ് റിഗാർഡിങ് ട്രെയിനിങ്? അവർക്കൊരു ഒബ്ജക്റ്റീവും ഇല്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊക്കെ നടത്തി എന്നൊന്ന് കാണിക്കണം. ഇവിടെയാണ് ദുരന്തം. അപ്പോൾ കുട്ടികളെ നമുക്ക് ഒരു ഫൈനൽ പ്രോഡക്റ്റ് നല്ല എക്സലൻ്റൊക്കെ ആവണം, കംപ്ലീറ്റ് ആയിട്ടുള്ള ആളാക്കുക എന്നുള്ളതൊന്നുമല്ല. പരമാവധി അവരെ മെച്ചപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ കയ്യിൽ കിട്ടിയ കുഞ്ഞ്, ഇവിടെ നോക്കിയേ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു കുഞ്ഞിനെയാണ് കിട്ടിയത്. അവൾ പഠിത്തത്തിൽ വളരെ മിടുക്കിയാണ്. അപ്പോൾ അത്തരം ഒരു കുട്ടിയെ അവൾക്ക് നല്ല കാഴ്ചപ്പാടും ദർശനവും സ്വഭാവവും ഒക്കെ കൊടുത്ത് അവളെ കുറച്ചുകൂടെ കരുത്തുള്ളൊരു വ്യക്തിയാക്കി മാറ്റിയിരുന്നെങ്കിൽ ഇവർ കുറേ കൂടെ സന്തോഷിക്കാൻ വകയുണ്ടായിരുന്നു. വേറൊരു അമ്മ എന്നെ വിളിച്ചത്, സാറേ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്, അവന് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവനങ്ങ് മാറും, വേറെ ആളാണ്. വീട്ടിൽ
വന്നു കഴിഞ്ഞാൽ എന്നോട് വലിയ കാര്യമാണ്. വെളിയിൽ പോയി കഴിഞ്ഞാൽ അവൻ പുകവലിക്കുന്നു, മദ്യപിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവനെ ഒന്ന് സ്വാധീനിക്കാൻ പറ്റുന്നത്? പ്രിയപ്പെട്ട അമ്മമാരെ, അപ്പന്മാരെ, ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടിയുടെ ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഓവർ പേരൻറ്റിങ് ആയിരിക്കാം പ്രശ്നം. നമ്മളും ആ കുട്ടിയോട് ചോദിക്കണം, മോനെ എന്താണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഞാൻ വരുത്തേണ്ട മാറ്റങ്ങൾ. ചിലപ്പോൾ വീട്ടിൽ വലിയ ഓവർ പേരൻറ്റിങ് നടത്തുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ അവർ കിട്ടുന്ന അവസരങ്ങളും കിട്ടുന്ന സ്വാതന്ത്ര്യവും ഒക്കെ ദുർവിനിയോഗം ചെയ്യും. മാത്രമല്ല, ഇത്തരം കുട്ടികൾക്ക് ഇതുമായിട്ടുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചോ ഇതുമായിട്ടുണ്ടാകുന്ന അവരുടെ ഭാവി ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും അവർക്ക് ഒരു ബോധമില്ല. ചിലപ്പോൾ അത് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. കാരണം ആ വീട്ടിലെ തന്നെ അച്ഛനോ ഒക്കെ അങ്ങനെ ഉള്ള കാര്യങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിക്കുകയും സാമാന്യവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരിക്കാം. ഇതൊന്നും നമുക്കറിയില്ല. ഞാൻ ഒരു ജനറലായിട്ട് പറയുകയാണ്, നമുക്ക് കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയണം. സ്വാധീനിക്കണമെങ്കിൽ കുട്ടികളായിരിക്കുന്ന അവസ്ഥയും കുട്ടികളെ മനസ്സിലാക്കി അവരുടെ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണ് നിൻ്റെ പ്രശ്നം. പല കുട്ടികളും പുറത്തു പോയി മദ്യപിക്കാനും സിഗരറ്റ് വലിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്, ഒരു എന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ അത് വീട്ടിൽ കിട്ടാത്തത് കൊണ്ടാണ് പുറത്തു പോയി പലതും വീട്ടിലൊരു വില കൊടുക്കാൻ കഴിയുമോ? അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. അതാണ് നമുക്ക് കുട്ടികളെ വാല്യൂ ഉള്ളവരാക്കി വളർത്തിക്കൊണ്ടുവന്ന് അവർക്കൊരു വിലയുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ, ചിലപ്പം പഠിത്തത്തിൽ അവൻ പുറകോട്ട, അത് പ്രശ്നമില്ല. പക്ഷേ യു ഹാവ് എ വാല്യൂ. നിനക്ക് എന്തെല്ലാം സാധ്യതകളാണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റും. നിനക്ക് ഇപ്പം തന്നെ നീ എന്തുവേണ്ടി വാല്യുബിളാണ്, നിൻ്റെ ഈ ക്വാളിറ്റീസൊക്കെ എന്ത് നല്ലതാണ്. എത്രയോ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നീ അതിനേക്കാളൊക്കെ എത്ര മെച്ചമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാല്യൂ, നമ്മുടെ കയ്യിലുള്ളതൊരു നാരങ്ങയാണെങ്കിൽ ആ നാരങ്ങയുടെ അകത്തുള്ള വിറ്റമിൻ സിയെക്കുറിച്ചും ആ നാരങ്ങ ദാഹത്തിന് ഒരു ശമനമായി മാറുന്നതിനെക്കുറിച്ചും ആ നാരങ്ങയുടെ സുഗന്ധത്തെക്കുറിച്ചും ആ നാരങ്ങയുടെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ആ കുട്ടിയെ സന്തോഷിപ്പിക്കേണ്ടതിന് പകരം അപ്പുറത്തെ ആപ്പിളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നാരങ്ങയ്ക്ക് സന്തോഷം കിട്ടുമോ? ഇവിടെയല്ലേ പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ കുട്ടിയുമായിട്ട് മാനസികമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കണം. ഇനി കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും ഇമോഷണൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ ധൈര്യമായിട്ട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം. അതിനൊക്കെ പോയി കാണേണ്ടവരെ കാണണം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യണം. അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കണം, അവരുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കണം, അവരുമായിട്ട് കൂടുതൽ സമയം ഇരുന്ന് ചർച്ച ചെയ്യണം. വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട് മുഴുവൻ ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡിഗ്രി ഇൻഫ്ലേഷൻ മാത്രമാണ്. പക്ഷേ ആ ഡിഗ്രിക്ക് ഉണ്ടാവേണ്ട അസോസിയേറ്റഡ് ആയിട്ടുള്ള, ആ ഡിഗ്രിക്ക് ചുറ്റും ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ നമ്മൾ പരാജയപ്പെടുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറേ ഇൻഫർമേഷനും നോളജും ഒന്നും അല്ല. എഡ്യൂക്കേഷൻ ഈസ് എ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനാണ്. ഒരു ഇഫക്റ്റീവായിട്ട് ലോകത്ത് ജീവിക്കാൻ, സ്വാധീനിക്കാൻ, പ്രവർത്തിക്കാൻ ഒക്കെയുള്ളൊരു കരുത്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണമെങ്കിൽ അടിസ്ഥാനപരമായൊരു പ്രശ്നം എന്താണ്? അവർക്ക് ചെറിയ പ്രായം മുതൽ തന്നെ ഈ തരത്തിലുള്ള മുൻഗണനകളൂടെ കൊടുത്തവരെ വളർത്തണം. ബിഹേവ് ചെയ്യാൻ അറിയില്ല പല കുട്ടികളും, ശുചിത്വമില്ല. പല കുട്ടികളുടെയും ഒരു പ്രശ്നമാണ്, അവർക്ക് വൃത്തിയില്ല, വൃത്തിയായിട്ട് നനച്ചും വൃത്തിയായിട്ട് ഭംഗിയായിട്ടും ഡീസൻ്റായിട്ട് നടക്കാൻ അറിയില്ല. ഒരു ഹെൽത്ത് ഹൈജീൻ ഇല്ല, ശരീരത്തെ സൂക്ഷിക്കുന്നില്ല, അമിതമായ ഭക്ഷണം, ഒരു ഹെൽത്ത് ഹൈജീൻ ഇല്ലാത്ത ആൾക്കാർ, ഒരു പേഴ്സണൽ ഹൈജീൻ ഇല്ല, ഒരു മെൻ്റൽ ഹൈജീൻ ഇല്ല, ഒരു മാനസിക ആരോഗ്യത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ പറ്റുന്നില്ല. തോന്നുന്ന പോലെ പ്രവർത്തിക്കുകയും തോന്നുന്ന പോലെ വികാര സ്ഫോടനങ്ങൾ നടത്തുകയും ഒന്നും ചെയ്യുന്നതല്ല നമുക്ക് വിജയിക്കാൻ വേണ്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ക്രമീകരണങ്ങൾ വേണം. ശരിയാണ്, കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണും. ഇപ്പോൾ അമിതമായ ദേഷ്യമൊക്കെയുള്ള കുട്ടികളുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കണം, ഈ അമിതമായ ദേഷ്യം എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റി അല്ല. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുകയും അത് അവസരം അനുസരിച്ചൊക്കെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ കുട്ടികൾക്ക് വരും. അറ്റ്ലീസ്റ്റ് അതൊരു തെറ്റാണെന്നോ അതൊരു മോശമാണെന്നോ അത് സ്വഭാവത്തിലെ ഒരു വൈകല്യമാണെന്നെങ്കിലും ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്താൽ പിന്നീട് അവനിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന നമുക്ക് കാണാം. എല്ലാം പൂർണ്ണമാക്കാൻ പറ്റുമെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ പല കാര്യങ്ങളിലും ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഇനി നമുക്ക് ഇടപെടാൻ പറ്റാത്ത കാര്യമാണോ? വേറൊരാളുടെ അടുത്ത് പോയി, അതിന് പറ്റുന്ന ഒരാളുടെ അടുത്ത് പോയി അതിന് വേണ്ടത് ചെയ്യുക. അതിനൊക്കെ ഒരു ടൈമുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ പ്രയോജനമില്ല. പഠിക്കാൻ യാതൊരു താല്പര്യമില്ലാത്ത കുട്ടികളുണ്ട്, ക്ലാസ്സിലൊക്കെ ഒരു ബിഹേവ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമ കാണാൻ പോകുന്ന ഒരു മനോഭാവത്തോടെ അല്ല ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു മനോഭാവത്തോടെ അല്ല പള്ളിയിലോ അല്ലെ ഒരു ആരാധനാ സ്ഥലത്തോ ഇരിക്കേണ്ടത്. ഇവിടെയെല്ലാം വ്യത്യസ്തമായി ഇരിക്കാൻ കഴിയുന്നതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും എങ്ങനെ ബിഹേവ് ചെയ്യണം, ഓരോ സ്ഥലത്തും എങ്ങനെ പെരുമാറണം,
വീട്ടിൽ അവൻ്റെ സഹോദരങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, വീട്ടിൽ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, വീട്ടിൽ അയൽക്കാരോട് എങ്ങനെ പെരുമാറുന്നത്, ബന്ധുമിത്രാദികളുമായിട്ട് എന്തെങ്കിലും നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള പ്രാധാന്യം എന്താണ്, ഇതൊക്കെ നമ്മൾ ചെറിയ പ്രായം മുതലേ ശ്രദ്ധിക്കണം. കുട്ടികളെ ബിഹേവ് ചെയ്യാൻ പഠിപ്പിക്കണം, കുട്ടികളെ ജീവിക്കാൻ പഠിപ്പിക്കണം, കുട്ടികളെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടാൻ പഠിപ്പിക്കണം, കുറവുകളെ നേരിടാൻ പഠിപ്പിക്കണം, നോ കേൾക്കാൻ പഠിപ്പിക്കണം, പരിമിതികളിൽ ജീവിക്കാൻ പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലൂടെ അവരെ കടത്തിക്കൊണ്ട് പോകണം. എന്നും അവരാഗ്രഹിക്കുന്ന ഭക്ഷണം മാത്രം വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള യാതൊരു ട്രെയിനിങ്ങും കുട്ടികൾക്ക് കിട്ടാതെ വരികയും അവർ പിന്നീട് വിവാഹത്തിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഡിവോഴ്സിലേക്ക് കലാശിക്കും. കാരണം രണ്ടുപേരും ഇങ്ങനെയുള്ളവരാണ്, പെണ്ണും ഇതാണ് ആണും ഇതാണ്. അവിടെ ആരും സഹിക്കാൻ തയ്യാറല്ല, അവിടെ ആരും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, അവിടെ ആരും ഒരു റീഫോർമേഷന് തയ്യാറല്ല, അവിടെ ആരും ഒരു കറക്ഷന് തയ്യാറല്ല, അവിടെ രണ്ടുപേരും ഒരു സോറി പറയില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അടിച്ചു പിരിയും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഡിവോഴ്സുകൾ കൂടുന്നതിന് പിന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നും പറഞ്ഞ് 4 ദിവസം അവരെ പിടിച്ചിരുത്തി അവസാനം ഈ ആൽമരമായതിന് ശേഷം ഇരുത്തി ട്രെയിൻ ചെയ്താൽ വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ഒന്നാമത് പിന്നെ കൗൺസിലിങ്ങിനൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. സ്വഭാവ രൂപീകരണ സമയത്തും വ്യക്തിത്വ രൂപീകരണ സമയത്തും കാഴ്ചപ്പാടും മൂല്യങ്ങളും കൊടുക്കേണ്ട സമയത്തും അതൊക്കെ കൊടുക്കാതെ കൗൺസിലിംഗ് ഇതിനെല്ലാം പരിഹാരമാണ് എന്ന് കരുതരുത്. ഇന്നലെ എന്നെ വിളിച്ച അമ്മ തന്നെ രാത്രിയിൽ വിളിച്ചതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, സാറ് ഒന്ന് പറഞ്ഞ് അവളെയും തമ്മിലൊന്ന് തെറ്റിച്ച് തരാമോ, അതിനുള്ളതാണോ കൗൺസിലിംഗ്? അങ്ങനെയൊക്കെ ആണെന്ന് കുറേ കൗൺസിലർമാരൊക്കെ ഇവിടെ ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബ്രെയിൻ വാഷിങ്ങോ ആൾക്കാരെ തല്ലിപ്പിരിപ്പിക്കുന്ന പരിപാടിയൊന്നുമല്ല. അവരെ മാനിക്കുക, അവരോട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവരോട് ഡിസ്കസ് ചെയ്യും, അത്രയേ ഉള്ളൂ. അത് ചിലപ്പോൾ അവർ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെന്നിരിക്കും, ചിലപ്പോൾ അവർക്ക് അതിനെ റീകൺസിഡർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഔട്ട്കം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. വി ഹെൽപ്പ് പീപ്പിൾ ടു ഹെൽപ്പ് ദംസെൽസ്, ദാറ്റ്സ് ഓൾ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കൗൺസിലിംഗ് ഈസ് ഓൾ അബൌട്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നാളെ വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ചെറിയ പ്രായം മുതലേ അവർക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്. ഒരു ഇൻസിഡൻറ്റോടെ ഞാൻ പറയാം. ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ സ്കൂളിൽ അവനെ ഒരുപാട് ടീച്ചർമാർ ടാർഗറ്റ് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു, അവന് പഠിക്കാൻ ഇച്ചിരി മോശമാണെന്ന് പറഞ്ഞ് അങ്ങ് എബ്യൂസ് ചെയ്യാണ്. ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെന്നൊക്കെ പറയുന്ന പിശാച് പോലുള്ള ചിലതുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയൊന്നുമില്ല, മനസ്സിലായില്ലേ? കാരണം അങ്ങനെയുള്ളതിനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ അവരുടെ സബ്ജക്റ്റിൽ വളരെ എക്സ്പേർട്ടുകളായിരിക്കും. സബ്ജക്റ്റിൽ എക്സ്പേർട്ടായിട്ട് കാര്യമില്ല. ഒരു കുട്ടിയുടെ ജീവിതമാണ് അവിടെ നശിപ്പിക്കുന്നത്. ഒരു കുട്ടിയെ ടാർഗറ്റ് ചെയ്യുക, 24 മണിക്കൂർ അവനെ ആക്ഷേപിക്കുക. എന്നിട്ട് ഈ പേരൻ്റ് എന്താ ചെയ്യുന്നത്? മോനെ സ്കൂളല്ലേ, പിന്നെ നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക, അതുമായിട്ട് അങ്ങ് സഹിക്കുക, അതുമായിട്ട് അങ്ങ് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ പിന്നെ അവരെ ഇത് ചെയ്യാനായിട്ട് അവനെ അഡ്ജസ്റ്റ് ചെയ്യുക. അവൻ്റെ വികാരങ്ങളെ മാനിക്കുന്നില്ല, അവൻ്റെ വികാരങ്ങളെ വാലിഡേറ്റ് ചെയ്യുന്നില്ല. അതിന് പകരം അവനെ പ്രഷർ ചെയ്യുകയാണ് അവിടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്നാൽ വേറെ സ്കൂളിലേക്ക് മാറ്റാനോ ഇതിനൊന്നുമല്ല ശ്രമിക്കുന്നത്. അപ്പോൾ എന്നോടിത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നൊരു വലിയ കുറ്റമാണ്. ആ കുട്ടിക്ക് നിങ്ങളിൽ എന്തെങ്കിലും വിശ്വാസം ഉണ്ടാവുമോ? അങ്ങനെയുള്ള പേരൻസിനോട് ഒരു കുട്ടിക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടാവും? അങ്ങനെയുള്ള പേരൻറ്റിനോട് ഒരു കുട്ടിക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാവും? അവൻ കുറച്ച് വളർന്നു കഴിയുമ്പോഴത്തേക്ക് അവന് സുരക്ഷിതത്വം ഇല്ലാത്തതുകൊണ്ടും നിങ്ങളെ നമ്പാൻ പറ്റാത്തതുകൊണ്ടും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അവൻ പുറത്തിറങ്ങിയ ആൾക്കാരെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ അവൻ മാനസികമായി സ്ട്രെസ്സായി തകർന്നു പോകും. ഇതല്ലേ സംഭവിക്കുന്നത്. നമ്മൾ വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കാണിക്കുന്ന പല കാര്യങ്ങൾക്കകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. സ്കൂളെന്ന് പൂർണ്ണമായിട്ടും നന്നാക്കാൻ പറ്റണമെന്നൊന്നുമില്ല. പിന്നെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകനോ അധ്യാപികയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ, ഇവിടെ അധ്യാപകർക്ക് ഇവിടെ പിന്നെ ആ പേരൻസിന് നന്നായി ബോധ്യം വന്ന കാര്യമാണ്. ബോധ്യം വന്നിട്ട് പോലും അത് പ്രതികരിക്കുന്നില്ല. നിങ്ങൾ സ്കൂളിൽ പ്രതികരിക്കണം. നിങ്ങളുടെ കുട്ടിക്ക് എന്ത് സംഭവിക്കും, നാളെ അവനെ ടാർഗറ്റ് ചെയ്യുമോ? ഓൾറെഡി ടാർഗറ്റ് ചെയ്തില്ലേ, ഓൾറെഡി അവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇനി കൂടുതൽ എന്തോ ചെയ്യാനാണ്? ഒരു കൊല ചെയ്താലും 10 കൊല ചെയ്താലും ഒരേ ശിക്ഷയാണെന്ന് പറയുന്ന പോലെയുള്ള അവസ്ഥയല്ലേ ഇത്. അപ്പോൾ എന്തായാലും ഓൾറെഡി അവനെ നശിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ സ്കൂളിൽ പോയി ശക്തമായിട്ട് പ്രതികരിക്കണം. പറ്റത്തില്ലെങ്കിൽ അവിടുന്ന് മാറ്റി വേറെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്കൂളിൽ കൊണ്ട് അവരെ വിടണം. പലരും സ്കൂളൊക്കെ എന്ന് പറഞ്ഞാൽ ചില പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അത് പേരൻസിൻ്റെ വൈകല്യങ്ങളാണ്. ഇത്തരത്തിലൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ. നമുക്ക് വേണ്ടത് സന്തോഷമുള്ള കുഞ്ഞുങ്ങൾ, വ്യക്തിത്വ വികസനമുള്ള കുഞ്ഞുങ്ങൾ, കാഴ്ചപ്പാടും ദർശനവും ക്യാരക്ടറും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾ. അവർ വളർന്നു വന്ന് അവർക്ക് നല്ല ബന്ധങ്ങളിലേക്കും നല്ല ജീവിതത്തിലേക്കും ഒക്കെ പോകാൻ കഴിയട്ടെ. അതുപോലെ തൊഴിൽ ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ആവശ്യമാണ്. എല്ലാവർക്കും നല്ല സന്തോഷം നേരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയുകയാണ്. നീറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞു.
നീറ്റിൻ്റെ റിസൾട്ടൊക്കെ വരാനൊക്കെ സമയമെടുക്കും. പക്ഷേ നീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അത്ര നീറ്റ് ആയില്ല എന്ന് തോന്നുന്ന സയൻസ് വിദ്യാർത്ഥികൾ, അതുപോലെ ഇപ്പോൾ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ് ഒരു ഫോൾ ബാക്ക് ഓപ്ഷൻ. സയൻസൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മെഡിസിൻ അല്ലാതെ തന്നെ 1-2 ഓപ്ഷൻസ് കൂടെ ഒക്കെ വേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പം പിന്നെ സയൻസ് പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നീറ്റ് ഇപ്പോൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നീറ്റ് ശരിയായില്ല, ഇനി എന്താണ് വേറെ കരിയർ ഓപ്ഷൻസ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി അടുത്ത ശനിയാഴ്ച മെയ് 10-ാം തീയതി 7 മണിക്ക് ഒരു വെബിനാർ നടത്തുന്നുണ്ട്. ഒരു കരിയർ വെബിനാറാണ്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും സയൻസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, നീറ്റ് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ഗുണം ചെയ്യും, അവരുടെ പേരൻസിനും ഗുണം ചെയ്യും. താങ്ക് യു ഓൾ. ഹാപ്പി ലിവിങ്.